അപ്പം ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഗമ്മയിലാണ് നിൽക്കുന്നത്. ഞാൻ ഇന്നൊരു പ്ലെയിൻ ഡ്രൈവറായി ഗൈസ്. അതെ, ഞാൻ പ്ലെയിനൊക്കെ ഓടിക്കാൻ പഠിച്ചു. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. റോയ്സിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തന്നെ നേരെ വിടട്ടെ എയർപോർട്ടിലേക്ക്. പ്ലെയിൻ ഡ്രൈവറാണ് നമ്മൾ ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് വിടട്ടോ. എൻ്റെ ഫ്രാൻസ് അവരെന്താ പറയുന്നത്? ഇവിടെ ഇവൻ പ്ലെയിൻ ഡ്രൈവറല്ലേ? പൊട്ടൻ പ്ലെയിൻ ഡ്രൈവർ, പൊട്ടാ. ഓക്കെ, അപ്പം എന്തായാലും അവരൊക്കെ എന്നെ ഈ ശത്രുക്കളാണ് ഗെയ്സ്. ഓക്കെ, അപ്പം എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ പോലെ ശത്രുക്കളാണ് എൻ്റെ. അപ്പം ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഞാനിന്ന് ചെറിയ ഫ്ലൈറ്റാണ് എടുക്കുന്നത്. ചെറിയ ഫ്ലൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്താണ് മറ്റേ പ്രൈവറ്റ് ജെറ്റ് അത് തന്നെയാണ് ഞാനിന്ന് എടുക്കുന്നത്. എൻ്റെ പ്രൈവറ്റ് ജെറ്റല്ല, ഇത് അവരെ പ്രൈവറ്റ് ജെറ്റാണ്. അപ്പം കുറച്ച് വലിയൊരു പൈസക്കാരായ ഒരു ഏട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ മാനേജർ പറഞ്ഞു എന്നോട്, അപ്പം എടാ ഒരു വലിയൊരു പൈസക്കാരായ ഒരാൾ വന്നിട്ടുണ്ട്, അപ്പം നീ അവരെ ഒന്ന് സിറ്റി ചുറ്റി കാണിക്കാൻ പ്ലെയിനിൽ കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പം എന്തായാലും നമുക്ക് നേരെ ഇവിടെ ഷിബുണ്ണനെ വിളിച്ച് ചോദിക്കുക. ഹലോ ഷിബുണ്ണ, എന്താടോ? എടാ സോറി സാർ, എന്താ എങ്ങനെയാ പ്ലെയിനിൽ പോകണ്ടേ? എടോ അത് അതിഥി വരും, നീ കൊണ്ടുപോയാൽ മതി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും അതിഥി ഇങ്ങോട്ട് എത്തിക്കോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലെയിനിൽ പോകട്ടോ. അതിഥി ചേട്ടൻ കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ തന്നെ നേരെ പോകട്ടോ. ഓക്കെ ഗൈസ്, ചേട്ടനൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഓക്കെ കേസ്, അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെ പൊന്തി റണ്ണിങ് ടൈം ആവശ്യമുണ്ട്. അപ്പം എന്തായാലും തന്നെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റൊക്കെ പൊന്തി നമുക്ക് ലഡ്ഡു കഴിച്ച് അറുമാദിക്ക ഗൈസ്, അറുമാദിക്കൊക്കെ. അപ്പോൾ നമുക്ക് എന്താ തന്നെ ഏട്ടാ പേടിയുണ്ടോ? അതേ പോലെ നിങ്ങളൊരു കളവനാണല്ലോ, അതാടാ. ഓക്കെ, നമുക്ക് അധികം മേളിലോട്ട് പോകണ്ട, ചിലപ്പം നിങ്ങൾ തുള്ളിക്കളയും. ഇതിൽ പാരച്യൂട്ടില്ലേ? ഇല്ല. എടാ നമ്മളിത് ജസ്റ്റ് ഒന്ന് ചുറ്റുന്നുള്ളൂ. ഓക്കാടാ ഈ ഗൈസ്, നമ്മൾ ഇതുപോലെ. എടാ മോനെ, എന്താ എടാ നീ ഒന്നെങ്കിൽ ഒരു പെപ്സി വരുമോ? വയസ്സാകാലത്ത് പെപ്സി കുടിക്കാൻ കിടക്കുന്നു, ഒന്ന് അടങ്ങിയിരിക്കളവാ. കണ്ട, ഇതാണ് ജുറാസിക് പാർക്ക്. അറിയാം, അതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അറിയാം, എല്ലാം അറിയാമെന്ന്. പിന്നെ എന്തിനാ സിറ്റി വിട്ടാൽ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. ഓക്കെ. ഇനി നമ്മൾ നേരെ പോകുന്ന ബീച്ചിലെ ഇവിടെ തന്നെ ഉള്ള വ്യത്യസ്തമായ 2-3 മരങ്ങൾ. പിന്നെ ഇതൊരു കോളനിയാണ്, ഫുള്ളി വീടായിരിക്കും ഇവിടെ. ഈ സിറ്റിയിലെ ആൾക്കാരൊക്കെ ഈ ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, അവിടെ അമേരിക്കയിലൊക്കെ ഒറ്റ വീടേ ഉള്ളൂ, അവിടെ എല്ലാവരും താമസിക്കുന്നത്. അതാടാ. ഓക്കെ. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ വലിയൊരു 2 റാമ്പ്. കണ്ട, അതാടാ. അതെ, ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ കണ്ട, നമ്മളെ എയർപോർട്ടെത്തി. ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ നോക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടാണ്. അപ്പോൾ പിടിച്ചിരുന്നോ, ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. വീഴുമോ? അതെ. അയ്യോ സൂക്ഷിച്ചോടിക്കടാ. അവിടെ കളവന്നാണ് ഞാൻ മെല്ലെ ലാൻഡ് ചെയ്യട്ടെ. ലാൻഡ് ചെയ്യുമ്പം ഒച്ചയൊന്നും നോക്കാൻ പാടില്ല, ചെറിയൊരു വൈബ്രേഷൻ വരും. അയ്യോ, കഴിഞ്ഞ്. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇനി നമ്മൾക്ക് ഇവിടെയായിട്ട് നമ്മുടെ റോയ്സ് റോയ്സ് ഇതേ നിങ്ങൾ ഓടിയോളവാ. അതാടാ. ഇങ്ങോട്ട് പേടിയായിട്ട് വയ്യ. ഓക്കെ, എന്നാൽ ശരി. ഓക്കേടാ. എൻ്റെ റോയ്സ് ഇപ്പോൾ വരും. അപ്പം റോയ്സിൽ പോകണം. റോയ്സാ, എനിക്കൊക്കെ പെൻസാണല്ലോ. അതൊക്കെ വിട്. അപ്പം എൻ്റെ റോയ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അതിലാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ റോയ്സ് കിട്ടിയിട്ട് നമുക്ക് ബീച്ചിൽ പോയിട്ടൊന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ വരാം ഗൈസ്. അപ്പോൾ നമ്മളുടെ ബീച്ച് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഫ്ലൈറ്റ് യാത്ര എന്തായിരുന്നു? നമ്മളിന്ന് കളവൻ്റെ കൂടിയാണ് പോയത്. അടുത്ത് നമുക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോകാം. ഓക്കെ, അപ്പം അവൻ കിഡിലാണ് ഗൈസ്, യോയോ ആണ്, ഫുള്ളി യോയോ ഗൈസ്. ഓക്കെ, അപ്പം യോയോൻ്റെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ റാപ്പ് സോങ്സ് ഒക്കെയാണ് കേൾക്കട്ടോ. നമുക്ക് ഫ്ലൈറ്റിൽ പാട്ടൊക്കെ ഇട്ടിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.